വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ജി ആർ അനിൽ. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, കേൾക്കാമോ? യാത്രയിലാണ്. ഓക്കെ. ഞങ്ങളിപ്പോൾ കോഴിക്കോട്ടെ ഒരു റേഷൻ കടയിൽ അന്വേഷിക്കുകയായിരുന്നു. ഈ വിതരണക്കാരുടെ സമരം പ്രതിസന്ധിയാകുമോ മിനിസ്റ്റർ? അവരെ പ്രശ്നം തീർക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ അവരുടെ അക്കൗണ്ടുകൾ പണം ചെല്ലാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അതായത് നമുക്ക് ഇന്ന് തന്നെ സമരം അവർക്ക് അവസാനിപ്പിക്കാം അല്ലേ? സമരം കേരളത്തിലൊട്ടാകെ ഇല്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ ചില വിതരണക്കാര് പ്രതിഷേധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ റേഷൻ കടകളിൽ ഒരു 1-1.5 മാസത്തെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ ഭക്ഷ്യധാന്യ വിതരണത്തെ ബാധിച്ചിട്ടില്ല. അതെ. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട കടയിൽ അതിന് ആവശ്യമായ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റോക്ക് കുറവ് വന്നാൽ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാനുള്ള, ഏത് കടയിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യം, പോർട്ടബിലിറ്റി ഉള്ളത് കൊണ്ട് ജനങ്ങൾക്ക് ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ പറ്റും. മാസത്തെ കൊടുക്കാൻ കഴിയില്ല, 2 മാസത്തെ അവർക്ക് കൊടുക്കാൻ മാത്രമേ കഴിയൂ. ബാക്കി സെറ്റിൽ ചെയ്താലേ കണക്ക് സെറ്റിൽ ആവണ്ടേ. സർക്കാർ ജീവനക്കാരെ പോലെ വിതരണ കരാറുകാരെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ? അത് അവർക്കറിയാം, ബോധ്യമുള്ളതാണ്. അവർക്ക് അംഗീകാരത്തിന്റെ വിഷയമില്ല. ബോധ്യമുള്ളതാണ്. സമരം പിൻവലിക്കുമെന്നാണോ പ്രതീക്ഷ? പോയ ആളുകളോട് നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞു. ട്രഷറിയുടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് കൃത്യമായി മാറിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ അത് കൊടുത്തു തീർക്കാനുള്ള നടപടിയാണ് ധനവകുപ്പും ഗവൺമെന്റും സ്വീകരിച്ചത്. ഓക്കെ, അപ്പം ഇന്നത്തോടു കൂടി ആ പ്രശ്നം പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഇത് ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഇത് സ്വാഭാവികമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. കമ്മീഷന്റെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലാണെങ്കിലും അതത് മാസം അല്ലെങ്കിൽ ആ ദിവസം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയില്ല. അതിന്റെ കണക്കുകൾ ക്ലിയർ ആയി വരാനുള്ള ചില താമസങ്ങൾ വരുമ്പോൾ 1 മാസം എപ്പോഴും വൈകും. പക്ഷേ ഇത് 4 മാസമായി എന്നാണ് ഇവർ പറയുന്നത്. അതെ ഞാൻ പറഞ്ഞത്. എന്നാൽ 2 മാസക്കാലത്തെ കുടിശ്ശിക വരാതെ ഇരിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമ്പത്തിക വിഷയങ്ങൾ ചിലപ്പോൾ 2 മാസം 3 മാസത്തെ കുടിശ്ശിക വരുന്ന അവസ്ഥ ഉണ്ട്. അത് അംഗീകരിക്കുകയാണ് ഗവൺമെന്റ്. അത് അവർക്കും അറിയാം. എന്നാൽ അതിനനുസരിച്ച് സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കൃത്യമായിട്ട് അവർക്ക് വേഗതയിൽ കൊടുക്കാനുള്ള നിലപാടാണ് ഗവൺമെന്റിൻ്റെത്, കൊടുക്കാതിരിക്കാനല്ല. പൈസ വന്നു തുടങ്ങും. അവർക്ക് അതിന്റെ കണക്കുകളിൽ കൃത്യമായി പൂർത്തിയാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരിക്കലും. ഇന്നലത്തെ 3,27,000 കുടുംബങ്ങൾ ഇന്നലെ അരി വാങ്ങിയിരിക്കല്ലേ കേരളത്തിലെ റേഷൻ കടകളിൽ നിന്ന്. ഓരോ ദിവസവും കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് നോക്കുക, എവിടെയെങ്കിലും മുടങ്ങുമെന്ന് അറിയാലോ. മിനിസ്റ്റർ, എന്തായാലും ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇവരോട് ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ മിനിസ്റ്റർ വിതരണക്കാരുമായിട്ട്? പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒരു ചർച്ചയുടെ കാര്യമല്ല. അതത് മാസങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ചർച്ചയുടെ വിഷയം എന്താ? അത് കൃത്യമായിട്ട് കൊടുക്കുമെന്നും അല്ലെങ്കിൽ ഒരാഴ്ച താമസിച്ചാലും കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞല്ലോ. ശരി. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ ജി ആർ അനിലാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ മാസം 12-ന് ആരംഭിച്ച സമരം തുടരുകയാണ്. വാതിൽപ്പടി സേവനങ്ങൾ മുടങ്ങുമോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു. പക്ഷേ മിനിസ്റ്റർ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഇന്നു മുതൽ ഈ വിതരണക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചെന്ന് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ വിതരണക്കാർക്ക് അരി കൊടുക്കാനും സാധിക്കും. ഇക്ബാലിലൂടെ